എവിക്ഷനിലൂടെ അല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ. പണപ്പെട്ടി ടാസ്ക് തുടങ്ങി അല്പസമയത്തിനകം തന്നെ 5 ലക്ഷം രൂപയുമായാണ് സായി കൃഷ്ണ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത്. അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ മത്സരാർത്ഥികളോട് സംവദിച്ചിരുന്നു. സായി കൃഷ്ണയുടെ തീരുമാനത്തോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും മോഹൻലാലിനോട് പറഞ്ഞത്. സായിയുടെ ആക്ട് സെൽഫിഷ് ആയിരുന്നുവെന്ന് ഋഷി പറഞ്ഞതും വൈറലായിരുന്നു. ഇപ്പോഴത്തെ ഋഷിയുടെ വാക്കുകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സായി കൃഷ്ണ. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം സായി നൽകിയത്. പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴി മണി ബോക്സ് ആണെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും മാത്രമല്ല എത്ര തുക എന്നത് താൻ നോക്കിയിരുന്നില്ലെന്നുമാണ് സായി കൃഷ്ണ വീഡിയോയിൽ പറയുന്നത്. നന്ദന പറഞ്ഞതുപോലെ ആരെങ്കിലും മണി ബോക്സ് കൊണ്ടുള്ള ആവശ്യം പറഞ്ഞിരുന്നുവെങ്കിൽ താൻ പണപ്പെട്ടി എടുക്കില്ലായിരുന്നുവെന്നും ലാലേട്ടൻ പണപ്പെട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹൗസ്മേറ്റ്സ് പറഞ്ഞ മറുപടി താൻ കേട്ടിരുന്നുവെന്നും അവരുടെ ആവശ്യങ്ങൾ ആരും തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. അഭിഷേക് സംസാരിക്കുമ്പോൾ മാത്രമാണ് പണപ്പെട്ടിയെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഋഷിക്ക് വരുന്നത്. അല്ലാത്തപ്പോൾ കപ്പടിക്കണം, താൻ സ്ട്രെയിറ്റ് ആയാണ് കളിക്കുന്നത് എന്ന മൈൻഡ് സെറ്റിലാണ് ഋഷി ഇരിക്കുന്നത്. താൻ നേരിട്ട് ചോദിച്ചപ്പോഴും കപ്പാണ്, പൈസയാണ് ലക്ഷ്യമെന്നാണ് ഋഷി പറഞ്ഞിരുന്നത്. പെട്ടിയെടുക്കാൻ താല്പര്യമുള്ളതായി ഋഷി തന്നോട് പറഞ്ഞിട്ടില്ല. 20 ലക്ഷമൊക്കെ വന്നാലേ എടുക്കുമെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു. പിന്നെ ജിൻഡോയ്ക്ക് ടൈറ്റിൽ ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ താൻ പുറത്തിറങ്ങിയാൽ ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം ജിൻഡോയ്ക്കുണ്ട് എന്നും അങ്ങനെ ചെയ്യാനാണെങ്കിൽ അതിനുള്ള സാധനങ്ങൾ തന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ജിൻഡോ പുറത്തിറങ്ങിയ ശേഷം അതുമായി ബന്ധപ്പെട്ടവർ വന്നാൽ മാത്രം സംസാരിക്കാമെന്ന രീതിയിലാണ് താൻ നിൽക്കുന്നതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ലാലേട്ടൻ മണി ബോക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞ മറുപടി കേട്ട് എന്താണ് അവൻ പറയുന്നതെന്ന് തോന്നിപ്പോയെന്നും നന്ദന പണപ്പെട്ടിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഋഷി ബോൾഡായി പറഞ്ഞില്ല, അത് ഋഷിയുടെ മണ്ടത്തരമാണെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു. സിജോ പുറത്തായി, ഇനി അവശേഷിക്കുന്നവരിൽ അഭിഷേകോ അർജുനോ കപ്പടിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. 3-4 ദിവസത്തെ കണ്ടന്റ് തന്നെയായിരുന്നു പണപ്പെട്ടി ടാസ്ക് എന്നത്. ആരെടുക്കുമെന്നത് ബിഗ് ബോസ് ടീമിന് അറിയാം. 24 മണിക്കൂറും അവർ നമ്മളെ മോണിറ്റർ ചെയ്യുകയാണ്. പണപ്പെട്ടിയോട് ആർക്കും താല്പര്യമില്ലെന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ തനിക്ക് തോന്നിയത്. അവർ വലിയ തുകയാണ് പ്രതീക്ഷിക്കുന്നതെന്നും തോന്നി. കൃത്യമായ ആവശ്യം ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ താൻ മാറിക്കൊടുത്തേനെ. മാത്രമല്ല താൻ ഗെയിം സ്പോയിൽ ചെയ്തുവെന്ന് സമ്മതിക്കുന്നുവെന്നും അത് തന്റെ ഗെയിമായി കണ്ടാൽ മതിയെന്നും പിന്നെ താനാണല്ലോ ബിഗ് ബോസ് സീസൺ 6ലെ ഏറ്റവും മോശം മത്സരാർത്ഥി, അതും താൻ സമ്മതിക്കുന്നെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി. അതേസമയം പണപ്പെട്ടി ടാസ്കിൽ സായി കൃഷ്ണ എടുത്ത തീരുമാനത്തോട് വലിയ വിമർശനങ്ങളാണ് പ്രേക്ഷകരടക്കം ഉന്നയിച്ചത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ 5 ലക്ഷം രൂപ എടുത്തതിനെയാണ് പലരും വിമർശിച്ചത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അത് ചർച്ചയാവുകയും ചെയ്തു. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ പണപ്പെട്ടി ടാസ്കിൽ വെക്കാനിരുന്നതാണെന്ന് ലാലേട്ടൻ പറഞ്ഞതോടെ മത്സരാർത്ഥികളടക്കം അതിന്റെ ഞെട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സായി കൃഷ്ണയ്ക്ക് വിമർശനങ്ങൾ കൂടുന്നത്. അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ സിജോയും നോറയും പുറത്തായിരുന്നു. അതോടെ ജാസ്മിൻ, ജിൻഡോ, അഭിഷേക്, ഋഷി, അർജുൻ, ശ്രീതു തുടങ്ങിയവരാണ് ഇപ്പോൾ ഹൗസിലുള്ള ടോപ്പ് 6 മത്സരാർത്ഥികൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.